ഗൈസ്, നമസ്കാരം. ബ്ലക്കോറിന്റെ അടുത്തൊരു വീട്ടിലും മാറി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് കാലം യൂട്യൂബിൽ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ രണ്ടാമതാദ്യം ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം, കൃത്യം പറഞ്ഞാൽ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ പോലെ തന്നെ വേറെ പരിപാടിയൊന്നുമില്ല, ഓട്ടോമോട്ടീവ് തന്നെയാണ് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ മുമ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്രയും കാലം പഴയ വണ്ടിയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഞാനിപ്പോൾ ഒരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യാൻ പോകുന്നതാണ്. അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ, കൊമേഴ്ഷ്യലിൽ തന്നെ പിക്കപ്പിൻ്റെ ഒരു ചെറിയൊരു ഡൈവേർഷനായിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ കൊണ്ടുവരുമ്പോൾ അറിയാല, മുമ്പ് കൊണ്ടുവന്നതും ഒരു ലെജൻഡിനെയാണ്, എനിക്ക് കൊണ്ടുവരാൻ പോകുന്നതും ഒരു ലെജൻഡ് കമ്പനീനെ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തത് മാരുതി 800 കൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയെ ഒരുപാട് അടുത്തറിഞ്ഞ വേറൊരു കമ്പനിയായ മഹീന്ദ്രയുടെ അടുത്തൊരു വണ്ടിയും കൊണ്ടാണ് ഞാൻ എൻ്റെ റീ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 25 വർഷത്തോളം, മില്ലേനിയം മുതൽ തുടങ്ങി 25 വർഷത്തോളമായി ഇന്ത്യൻ നിരത്തുകൾ കഞ്ഞി വാഴുന്ന മഹീന്ദ്രയുടെ ബൊലേറോ പിക്കപ്പിന്റെ ഏറ്റവും പുതിയ വേർഷനായ ലെജൻഡറി ആയ മഹീന്ദ്ര ബൊലേറോ പിക്കപ്പിന്റെ 1.4 ടണ്ണിന്റെ വണ്ടിയാണ് നമ്മുടെ മുമ്പിൽ റിവ്യൂവിനായിട്ട് എത്തിയിട്ടുള്ളത്. അതായത് എന്റെ റീ എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മഹീന്ദ്രന്റെ 1.4 മാക്സ് 1.4 ആണ് എത്തിയിട്ടുള്ളത്. നമുക്ക് വണ്ടീന്റെ കാര്യങ്ങളിലേക്ക് പോവാം. എന്റെ പയരവും ഭർത്താനും നമുക്ക് പിന്നെ പറയാം. നമുക്ക് വണ്ടീന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂവിലേക്ക് പോകാം. നമുക്കപ്പോൾ ഫ്രണ്ട് ലുക്കിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മള് ഓൾഡ് സ്കൂൾ മോഡലുകളെല്ലാം പറയുന്നത് തന്നെ എല്ലാ വണ്ടിയിലും നമ്മള് പിക്കപ്പിലെല്ലാം പിക്കപ്പൊന്നും പഴയ ലുക്കിലൊന്നും അല്ല ഇറങ്ങുന്നത്. പിക്കപ്പെല്ലാം ആകെ മൊത്തം മാറിക്കളഞ്ഞു. ഇത് കണ്ട, നമുക്ക് ഫ്രണ്ട് വിൻഷീൽഡിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ബൊലേറോന്റെ മാക്സ് സീരീസിൽ ഇടുന്ന എല്ലാ വണ്ടികളിലും നമുക്ക് മുമ്പാണെങ്കിൽ പിക്കപ്പിൽ ഇടൊരു നമുക്കൊരു റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോ നമുക്ക് വരുന്നത് ഗ്ലൂ ഇട്ടിട്ട് തന്നെയാണ് ഗ്ലാസും കാര്യങ്ങളും വരുന്നത്. പിക്കപ്പെല്ലാം എന്ന് വെച്ചാൽ കിടിലൻ ലുക്കിലാണെല്ലാം വണ്ടിയെല്ലാം. ശരിക്കും നമ്മൾ ഈ ഫ്രണ്ട് കാണുമ്പോൾ പഴയ ബൊലേറോന്റെ ഒരു കുഞ്ഞി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഇത് ഹെഡ്ലൈറ്റ് അങ്ങ് മുമ്പെല്ലാം നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹെഡ്ലൈറ്റ് കൊടുത്താൽ കഴിഞ്ഞ, അല്ലെങ്കിൽ ഒരു റൗണ്ടിൽ ഹെഡ്ലൈറ്റ് കൊടുത്താൽ കഴിഞ്ഞ്. ഇത് നമ്മളെ ബൊലേറോന്റെ അതേപോലെ തന്നെ അടിപൊളി എന്ന് പറയാം, കിട്ടില്ലം പോലെ ഒരു ഹെഡ്ലൈറ്റിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഹെഡ്ലൈറ്റിന് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ സ്റ്റിയറിംഗ് വീലിന്റെ മോഷൻസിനനുസരിച്ചിട്ട് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിട്ടും. ചെറിയ രീതിയിൽ, വലിയങ്ങനെയൊന്നും മാറില്ല, ചെറിയ രീതിയിൽ മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബമ്പറിലേക്ക് പോവാണെങ്കിൽ ആ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി നമുക്ക് ഇവിടെ തന്നെ തിരിയാൻ പറ്റുന്നതാണ്. ഒരു ബ്ലാക്ക് ഫിനിഷിൽ അതിന്റെ അപ്പുറം ഒരു ക്രോമിയം ഫിനിഷും കൂടി കൊടുത്തിട്ട് ആരും പെട്ടെന്നൊന്നും നോക്കുന്ന വിധത്തിൽ ഒരു പിക്കപ്പാന്നൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിയില്ല. ഇപ്പത്തെ ഒരു മനുഷ്യന്മാരെ കൺസെപ്റ്റ് ഒക്കെ മാറി. മുമ്പ് പിക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്കിയിട്ട് ഇറക്കി കൊടുത്താൽ മതി. പക്ഷെ ഇപ്പത്തെ മാർക്കറ്റിന്റെ ഇതിന്റെ അങ്ങനെ നമുക്ക് ഇറക്കി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നല്ല ലുക്കും മഞ്ചൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ വണ്ടി എടുക്കൂലാണ് ഇപ്പൊ കമ്പനിക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെയുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ബൊലേറോന്റെ ഒരു എന്താ പറയാ കുഞ്ഞിനെ തന്നെ, ബൊലേറോന്റെ കുഞ്ഞന്നെ ബൊലേറോന്റെ പ്ലാറ്റ്ഫോമിലും ഫേസിലും വന്ന സാധനമാണ്. അപ്പം ബൊലേറോ പോലെ തന്നെ ഉണ്ടാവും. പക്ഷെ മുമ്പ് നല്ല വ്യത്യസ്തമായിട്ട് ശരിക്കും നമ്മളൊരു ബൊലേറോന്റെ ഫ്രണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവച്ച പോലെ തന്നെ ഇപ്പൊ തോന്നുന്നു. അതുപോലെ തന്നെ ബമ്പർ ആയാലും നല്ല അടിപൊളി, എന്താ പറയാ പ്ലാസ്റ്റിക്കും കാര്യമൊന്നുമില്ല, പക്ക ഉരുക്കന്നെ വരുന്നു. മഹീന്ദ്രല്ലേ, പിന്നെ കുറയാണ്ടിക്കുമല്ലോ. പിന്നെ ഈ ലോഗോ നമുക്ക് പഴയ ലോഗോ മാറിയിട്ടില്ല, പഴയ ലോഗോ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, പുതിയ ലോഗോയിലേക്ക് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുന്നതാണെങ്കിൽ, മുമ്പത്തെ നമ്മളെ ഇതിന്റെ എല്ലാം ബ്ലാക്ക് കളറാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കിപ്പം ബോഡി കളറിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോർമലി ഉള്ള പോലെ തന്നെ ബൊലേറോ മാക്സ് പിക്കപ്പിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മള് സൈഡ് മിറേഴ്സിലേക്ക് നോക്കുമ്പോൾ, മിറേഴ്സ് വലിയൊരു മിറർ, അതായത് നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ബാക്ക് ഡ്രൈവർക്ക് ഉണ്ടെങ്കിൽ ഒരു തെളിക്കുന്ന ഒരു വലിയ മിററാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടത് ഇതിന്റെ ലോഡിങ് ഏരിയ ആണ്. ലോഡിങ് ഏരിയ എന്ന് വെച്ചാല് 8.7 അടി നീളവും അതുപോലെ തന്നെ 5.5 വീതിയുള്ള ഒരു വലിയൊരു മറ്റേ ലോഡിങ് ഏരിയ എന്ന് വണ്ടിക്ക് കൊടുത്തിട്ടില്ല. അതും ഉള്ളിത്തോല് പോലത്തെ സാധനമല്ല, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനം തന്നെ കൊടുത്തിട്ടുള്ളത്. യൂഷ്വൽ എല്ലാവർക്കും അറിയാം, ഇത് നമ്മൾ കമ്പനി അധികാരം ഉപയോഗിക്കില്ല. ഇതിന്റെ മേലെ എന്തായാലും നമുക്ക് വർക്ക് ചെയ്യണം, എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ എന്നാലും ഇതെന്തായാലും ഇതിന് വലിയ പണിയൊന്നും ഉണ്ട് നമുക്ക് തോന്നുന്നില്ല. ആകെ നമുക്കൊരു സൈഡിൽ നമുക്കിപ്പോ ഈ പ്രാദേശികമായിട്ട് ചെയ്യുന്ന പോലെ വേലി മാത്രമേ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി പിന്നെ ബോഡിയും കാര്യമെല്ലാം അത്രയും സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. ലോക്കലുമായിരുന്നല്ലേ, നോർമലി പിക്കപ്പിന്റെ മുമ്പത്തെല്ലാം കാണുന്ന സമയത്ത് നമുക്കിതൊരു വലിയൊരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ, എന്തോ ഒരു കമ്പനി എന്തോ ഒരു ഇറക്കി, എന്താ പറയാ ഇറക്കണം എന്ന് വെച്ചിട്ട് ഇറക്കുന്ന പോലെയാണ് ഇറക്കല്. പക്ഷെ ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഓപ്പണിംഗ് ആയാലും ഈസിയാണ് നമുക്ക്. അടിപൊളി ഇതിന്റെ വിജാഗിരിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യാനും കുഴപ്പമൊന്നും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. കാണും ഇത് നമുക്കൊരു LED ഫിനിഷോട് കൂടിയാണ് ഇത് സാധനം വന്നിട്ടില്ല. നമ്മളെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ LED ഫിനിഷാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല സുന്ദരനാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ കമ്പനി നമുക്ക് റിവേഴ്സ് സെൻസറും വരുന്നുണ്ട് കമ്പനിയുടെ തന്നെ. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ പിന്നെ താഴെയാണ് നമ്മളുടെ ഇത് വെച്ചിട്ടില്ല, നമ്മളെ സ്റ്റെപ്പിനി വീല് ഇതിന്റെ താഴെ നോർമലി വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലീഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലേക്ക് 8 ലീഫും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് 5 ലീഫുമാണ് നമുക്കിപ്പോ വരുന്നത്. നമുക്ക് അത്രയും ചെയ്യാൻ പറ്റും, കൂട്ടി ചെയ്യാൻ പറ്റും. പക്ഷെ കമ്പനി തന്നെ ഇത്രയും എണ്ണം കൊടുക്കുന്നത് എന്റെ അറിവിൽ ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് അറിയുമോന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ VA6ന്റെ ആഡ് ബ്ലൂ എന്ന് പറയുന്ന ഇനത്തില്ല. പകരം ഇതിനൊരു സ്വിച്ചാണ്, നമ്മളെ കത്തിച്ച് കളയുന്ന ഒരു പരിപാടിയാണ് ഇതിന് വന്നിട്ടില്ല. നമുക്ക് ഇതിന്റെ ക്യാബിനിലേക്ക് പോവാം. സോറി, ഡ്രൈവർ ക്യാബിനിലേക്ക് പോവാം. ഇപ്പം എന്നെപ്പോലെ ഒരാൾക്ക് എന്നെപ്പോലെ എന്നല്ല, ആർക്കായാലും കൂളായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രൈവിംഗ് സ്പേസ് തന്നെയാണ് വണ്ടിക്ക് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യാബിനിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി. നോർമലി നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പനി ഇവിടെ നമുക്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. കാരണം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ വിജയമാണ്. കസ്റ്റമേഴ്സിന്റെ ഇതിനനുസരിച്ച് കമ്പനികൾ ഇറക്കുന്നതിന്റെ വിജയമാണ്. നല്ല 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 ക്വാളിറ്റി പറയുന്നുണ്ട്. പിന്നെ മഹീന്ദ്രന്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകം വായിട്ടടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ നമുക്ക് വരുന്നത് ഐമാക്സ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഗതി കൂടി വരുന്നുണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വണ്ടി എവിടെയാ ഉള്ളത്, അതുപോലെ തന്നെ വണ്ടിയിൽ എത്ര, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡ്രൈവറെ വെച്ചിട്ടാണ് വണ്ടി ഡ്രൈവ് വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മൊത്തം ഡീറ്റെയിൽസ്, വണ്ടി എവിടെയില്ല, വണ്ടിയിൽ എത്ര പെട്രോൾ അടിച്ച്, എത്ര പെട്രോൾ ഉണ്ട്, പിന്നെ GPS എല്ലാം ഈ ഐമാക്സ് ടെക്നോളജി തന്നെ നമ്മുടെ, കാരണം ഇതൊരു സിമ്മായിട്ട് കണക്ട് ചെയ്ത് നമ്മളെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് കൂളായിട്ട് നമുക്ക് വണ്ടി എവിടെയില്ല, വണ്ടി AC ഇട്ടിട്ടാണ് ഓടുന്നത്, വണ്ടി AC സ്റ്റാർട്ടാക്കിയിട്ട് AC ഇട്ടിട്ട് കുറേ സമയം നിൽക്കുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഐമാക്സ് ടെക്നോളജി കൊണ്ട് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അതിനെ കൊണ്ട് നമുക്ക് വണ്ടി നമ്മളെ കൈമലാണ്, നമ്മളെ ഫോണിന്റെ ഉള്ളിലാണ്. ആർക്കും കട്ടുകൊണ്ട് പോകാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ കട്ടുകൊണ്ട് പോകാൻ കഴിയില്ല. ഇപ്പോഴത്തെ ടെക്നോളജീന്റെ ഭാഗമാണ് ഐമാക്സ്. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി AC ആണ്. AC വരുന്നത് വെച്ച് കഴിഞ്ഞാല് 3 ഇതാണ് വരുന്നത്, 3 മൂടാണുള്ളത് ACക്ക്. മോശമില്ലാത്ത നല്ല അടിപൊളി AC തന്നെ. പിന്നെ ACന്റെ നോബും കാര്യങ്ങളൊക്കെ നല്ല ഒരു ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ടെമ്പറേച്ചർ കൺട്രോളറാണ്. പിന്നെ ഇത് AC. പിന്നെ ഇത് നമുക്ക് ഫ്രണ്ട് വിൻഷീൽഡിൽ കൂടുതൽ ഇതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഇവിടെ നമുക്ക് ഇത് കൊടുക്കുന്നുണ്ട്, ചാർജിങ് പോയിന്റ് കമ്പനി തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് 3 സീറ്ററാണ് വണ്ടി ബൊലേറോ. ബാക്കി നമ്മ ഏത് വണ്ടി എടുത്ത് നോക്കിയാലും അത് 2 സീറ്ററാണ്. ഈ വണ്ടി 3 സീറ്ററാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം 3 സീറ്റർ ചെയ്തു. അതുപോലെ തന്നെ 3 സീറ്റിലും സീറ്റ് ബെൽറ്റും ഉണ്ട്. 3 ആൾക്കും സീറ്റ് ബെൽറ്റും ഉണ്ട്, സേഫ്റ്റിക്ക് സേഫ്റ്റി ഉണ്ട്. വണ്ടി ഓട്ടാനാകുമ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ എത്ര ആൾക്ക് ഇഷ്ടപ്പെടുന്ന നമുക്കറിയില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ഗിയേഴ്സ് ആണ്. കാരണം നമ്മുടെ പ്ലാറ്റ്ഫോം ഗിയർ, കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പഴയ ജീപ്പിന്റെ ആ ഒരു ഓൾഡ് സ്കൂളാണ്, എന്നാലും ഇതിന്റെ ആ ഒരു സുഖം, ഇതിന്റെ ഒരു രസം ഇത് ഉപയോഗിച്ചാക്കിയാൽ മനസ്സിലാവും. കാരണം കണ്ട പിന്നെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഗിയർ കുറച്ചും കൂടി ചെറിയൊരു ഡെന്റും കൂടി കൊടുത്തിട്ട് കുറച്ചും കൂടി നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. 3 ആൾ ഇരുന്നാലും വലിയ കൺജസ്റ്റഡ് ആയിട്ടൊന്നും വണ്ടി തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തായാലും വണ്ടി അടിപൊളിയാണ്, പക്കയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാല്, ഞാൻ വണ്ടീനെ കുറിച്ച് മൊത്തമായിട്ട് പറഞ്ഞിട്ടില്ല, കുറച്ചിനി പറയാൻ ബാക്കിയുണ്ട്. അത് ഞാൻ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മാസം, അതായത് ഈ മന്ത്, ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ഒരു അടിപൊളി ഓഫർ ഹീറോ മഹീന്ദ്ര നിങ്ങൾക്ക് മാക്സ് കി വാദ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സ്കീം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഈ ഒരു മാസം എടുക്കുന്ന നിങ്ങൾ 5 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് സർവീസിന്റെ പൈസ കാണും. പീരിയോഡിക് സർവീസ് ഫുള്ള് ഫ്രീ.
പിന്നെ അതുപോലെ തന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ചു കൊടുക്കുക, ഇതേ വണ്ടി മഹീന്ദ്രക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്നെ 4 ലക്ഷം റുപ്യ വരെ അവരെന്നെ തരും. 4 ലക്ഷം റുപ്യ വരെ അവർ അഷ്യൂർ ചെയ്ത് തരും. അങ്ങനെയുള്ളൊരു ഓഫർ ഉണ്ട്. പിന്നെ അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ 7-ാം മൈലിലുള്ള ഹീറ മഹീന്ദ്ര, അതായത് നമുക്ക് ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയും അതേപോലെ തന്നെ ഇനി വരുന്ന മഹീന്ദ്രയുടെ വണ്ടികളും തരുന്നത് ഹീറ മഹീന്ദ്രയാണ്. 7-ാം മൈൽ ഷോറൂമാണ്. അപ്പൊ അതിന്റെ നമ്പർ, ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെയും അതുപോലെ തന്നെ സെയിൽസ് മാനേജറെയും നമ്പർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു താങ്ക്സ് ഹീറ മഹീന്ദ്ര 7-ാം മൈലിന് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇത്ര ചെറിയൊരു ചാനലിന് ഇത്ര വലിയൊരു വണ്ടി എന്നെ വിശ്വസിച്ചിട്ട് തന്നതിന്, റിവ്യൂ ചെയ്യാൻ തന്നതിന് വലിയൊരു നന്ദി ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ എഞ്ചിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസും പിന്നെ ഒരു വലിയൊരു ടെസ്റ്റ് റൈഡും ഞാൻ ഒരു അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട്. സ്ഥലപരിമിതിയും സമയപരിമിതിയും കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ എനർജി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എനർജി കൂടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഇനി എന്തെങ്കിലും പറയണ്ട, അത് പറയാം. നിങ്ങൾ പറയുന്നത് എന്താന്ന് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നത് വരെ ഗുഡ് ബൈ.